മുടി കൊഴിച്ചിലിന് ഷാംപൂവും അതേപോലെ ഹെയർ ഓയിൽസും മാറി മാറി ഉപയോഗിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? മുടി കൊഴിച്ചിലിന് പ്രധാന കാരണം എന്തൊക്കെയാണ്? അത് ഷാംപൂ അല്ലെങ്കിൽ പുറമെ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചത് കൊണ്ടാവുമോ? എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ് ഈ മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്തായാലും ചെയ്തിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ ഒരു ദിവസം 100 മുതൽ 150 മുടിയോളം കൊഴിഞ്ഞു പോകുന്നത് വളരെ നോർമലാണ്. എന്നാൽ എപ്പോഴാണ് ഇത് ഹെയർ ഫോൾ അമിതമായിട്ട് മുടി കൊഴിച്ചിൽ എന്ന് നമ്മൾ പറയപ്പെടുന്നത്? ഈ 150 അല്ലെങ്കിൽ 200-ൽ കവിഞ്ഞ് 300 കാണപ്പെടുക. അതുമാത്രമല്ല, നമ്മുടെ തലയൊട്ടിയുടെ ഭാഗം കഷണ്ടി പോലെ അല്ലെങ്കിൽ ബാൾഡ് സ്പോട്ട്സ് എന്ന് പറയും, അവിടെ ആയിട്ട് മാത്രം മുടി കൊഴിച്ചിൽ കാണപ്പെടാം. നമ്മൾ മുടി ചീകുമ്പോൾ മാത്രമല്ല, കുളിക്കുമ്പോഴായാലും ഒത്തിരി മുടി 250, 300, 350-നേക്കാൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് മൊത്തം 4 ഫേസാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് അനാഫേസ്, അതായത് അത് വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ കെറ്റാഫേസ്, അതേപോലെ തന്നെ റെസ്റ്റിംഗ് ഫേസ് ഒരെണ്ണമുണ്ട്, ടിലോജൻ എഫ്ലൂവിയം എന്ന് പറയും. പിന്നെ എക്സോജനിക് ഫേസ്. എക്സോജനിക് ഫേസിലാണ് ഹെയർ ഫോൾ, അതായത് പഴയ മുടി മൊത്തമായിട്ട് കൊഴിഞ്ഞു പോകുന്നത്, പുതിയ മുടികൾ, അതിൻ്റെ ബേബി ഹെയർ ഗ്രോത്ത് എന്ന് പറയും, അത് കിളിർത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഫേസാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം മുടി കൊഴിച്ചിലിന് പ്രധാനമായിട്ട് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വിറ്റാമിൻ്റെ കുറവോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നഖങ്ങളിലും മുടിയിലുമാണ് അത് ആദ്യം പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ തലയോട്ടിയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചത് കൊണ്ട് മാത്രം ആ ഒരു ഹെയർ ഗ്രോത്ത് നിലനിർത്തി പോകണമെന്നില്ല. അതിന് പ്രധാനമായിട്ട് എടുക്കേണ്ട ചില ബ്ലഡ് ടെസ്റ്റ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചില വിറ്റാമിൻ്റെ കുറവുകൾ. അതിൽ വരുന്നത് വൈറ്റമിൻ D ആണ്. അതിന് നമ്മൾ എടുക്കേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് 25 ഹൈഡ്രോക്സി വൈറ്റമിൻ D ടെസ്റ്റ് എന്ന് പറയും. വിറ്റാമിൻ D കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി കൊഴിച്ചിൽ അതിൻ്റെ ഒരു അളവ് കൂടും. ഈ മുടി കൊഴിച്ചിൽ തന്നെ സാധാരണഗതിയിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പറയുന്നത് മുടി ചീകുന്ന സമയത്ത് കൊഴിയുന്നു, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത്. മുടി കൊഴിഞ്ഞു പോകാൻ ഈ 2 ടൈം മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ മുടി ചീകുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുന്ന ടൈമിൽ. അപ്പോൾ ദിവസവും കുളിക്കുന്നുണ്ട്, തല കഴുകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഫോൾ എന്ന് പറയുന്നത് ആ ഒരു റേറ്റും കൂടും. അതായത് ഇപ്പോൾ ദിവസവും കുളിക്കുന്ന സമയത്ത് ഇപ്പോൾ 100 മുതൽ 150 എന്നുള്ളത് ചിലർക്ക് ഇത്തിരി കൂടിയെന്ന് വരാം. അപ്പോൾ ഈ ദിവസം 2 നേരം തല കഴുകുന്നവർക്ക് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അതേപോലെ ഹെയർ കോംബ് ചെയ്യുന്നത് ദിവസവും 1 or 2 ടൈം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അതിലും നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, ഈ നമ്മൾ ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പല്ലുകൾ ഒരുപാട് അടുപ്പമില്ലാതെ കുറച്ച് നല്ല വിടവോടുകൂടി വിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ളത്, ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ടൈപ്പിലുള്ളത് നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ പരമാവധി ഒരു കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റാണ്. അതേപോലെ വിറ്റാമിൻ B12, സയാനോകോബാലമിൻ എന്ന് പറയും. വിറ്റാമിൻ B12 കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് രക്തക്കുറവിന് ഒരു കാരണമാകും, അത് രക്തയോട്ടത്തിനെയും ബാധിക്കും. അപ്പോൾ ഹെയർ ഫോളിക്കിൾസിന് വേണ്ടത്രയുള്ള ഒരു ന്യൂട്രീഷൻ, പോഷകങ്ങളൊന്നും കിട്ടാതെ വരികയും അതും മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടൊന്നുള്ളതാണ് നമ്മുടെ സ്ത്രീകളിലൊക്കെ അധികം കണ്ടുവരുന്ന തൈറോയിഡിൻ്റെ കംപ്ലയിൻസ്. ഹൈപ്പോതൈറോയിഡിസം ആയാലും ഹൈപ്പർ തൈറോയിഡിസം ആയാലും, ഇനി അത് രണ്ടുമല്ലാത്ത ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇതിലൊക്കെ തന്നെ മുടി കൊഴിച്ചിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട്. മുടിയുടെ കട്ടി കുറയുക, മുടിയുടെ ഉള്ള് ഒരു പരിധിയിൽ കവിഞ്ഞ് കുറഞ്ഞു പോവുക, മുടിയുടെ അറ്റങ്ങളൊക്കെ വിണ്ട് കീറുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ തൈറോയ്ഡ് കംപ്ലയിൻസ് ഉള്ളവരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മുടി ഒരുപാട് കൊഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ TSH ലെവൽ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ രാവിലെ വെറും വയറ്റിലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫ്രീ T4 കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ചിലർക്ക് ഈ തൈറോയ്ഡ് TSHൻ്റെ ലെവൽ വളരെയധികം നോർമലായിരിക്കും. അതായത് TSH കുറഞ്ഞവരിൽ ഹൈപ്പർ തൈറോയിഡിസവും TSHൻ്റെ വാല്യൂ കൂടുതലുള്ളവരിൽ ഹൈപ്പോ തൈറോയിഡിസമാണ് കണ്ടുവരുന്നത്. ഇനി ചിലരിൽ ഈ TSHൻ്റെ വാല്യൂ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തൈറോയിഡ്
ഒരു പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്താനായില്ല. പിന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി TPO ആൻറ്റിബോഡി ടെസ്റ്റ്, അതേപോലെ തന്നെ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ടെസ്റ്റ്, ഇതാണ് എടുക്കേണ്ടത്. അതായത് ഈ 2 ടെസ്റ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും, നമ്മുടെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എതിരെ പ്രതികൂലമായി ബാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ആൻറ്റിബോഡീസുകളെല്ലാം ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതിലെ ഹോർമോണിലെ വ്യതിയാനങ്ങളും ഇത് കാരണം ചിലരിൽ അമിതമായിട്ട് മുടി കൊഴിച്ചിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ TSH മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഇനി മുതൽ ആൻറ്റി TPOയും കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ രക്തത്തിൻ്റെ കുറവ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് യൂഷ്വലി ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ ചെയ്യും. CBC ചെയ്യും, അതിൽ തന്നെ ഹീമോഗ്ലോബിനാണ് നമ്മൾ യൂഷ്വലി നോക്കാറ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമുക്ക് ചുമന്ന രക്തഅണുക്കൾ എത്രയുണ്ട്, വെള്ള രക്തഅണുക്കൾ വൈറ്റ് ബ്ലഡ് സെൽസ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഇനി ശരീരത്തിൽ നീർക്കെട്ടുണ്ടോ, ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ESR നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ CBC ഹീമോഗ്ലോബിൻ നോക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള അയൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അയണിൻ്റെ അംശം കുറഞ്ഞാലും അത് രക്തക്കുറവിന് കാരണമാകും, അതും മുടി കൊഴിച്ചിലിന് കാരണമാകും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഹീമോഗ്ലോബിൻ മാത്രം ചെക്ക് ചെയ്താൽ മതിയോ? അതിന് നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ സ്റ്റോറേജ് എത്രയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു ബ്ലഡ് ടെസ്റ്റാണ് സീറം ഫെറിറ്റിൻ എന്ന് പറയുന്നത്. സീറം ഫെറിറ്റിൻ നോക്കിക്കഴിഞ്ഞാൽ അത് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് നികത്തേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ നഖങ്ങളിലായാലും തലമുടി ആയാലും ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹോർമോൺ ഇംബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില പ്രോസസ്സ്, ചില പ്രക്രിയകളുടെ ഒരു ഔട്ട്കമാണ്, അതിൻ്റെ പ്രതിഫലിപ്പാണ് ഈ ഒരു കാണുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലും കാര്യങ്ങളും. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ എടുത്ത് അത് നോർമലാണോ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടെസ്റ്റാണ് H. പൈലോറി ടെസ്റ്റ് എന്ന് പറയും. ചിലർക്ക് ഗ്യാസ്ട്രിക് അസിഡിറ്റി സ്ഥിരമായി തന്നെ ഉണ്ടാവും, ദഹനത്തിലെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ദഹന പ്രശ്നം എങ്ങനെയാണ് മുടി കൊഴിച്ചിലിനെ എഫക്റ്റ് ചെയ്യുക എന്ന് പലർക്കും സംശയം ഉണ്ടാവും. നമ്മുടെ ദഹനം പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ്, അതായത് പോഷകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് വലിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടികൾക്കോ അല്ലെങ്കിൽ ആ ഹെയർ ഫോളിക്കിൾസിലോട്ടോ ഈ ഒരു പോഷകങ്ങൾ എത്തിച്ചേരുകയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം ആ ഒരു കെറ്റാഫേസിലോ അല്ലെങ്കിൽ ആ റെസ്റ്റിംഗ് ഫേസ്, ടീലോജം എഫ്ലൂവിയം എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റിംഗ് ഫേസിലോട്ട് കടക്കുകയാണ് ചെയ്യാറ്. അല്ലാതെ അനാഫേസ് എന്ന് പറഞ്ഞ ഗ്രോത്ത് ഫേസിലോട്ട് പോവുകയില്ല. ഡോക്ടർ പ്രഗ്നൻ്റ് ആയ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഡെലിവറിക്ക് ശേഷം ഒരുപാട് മുടി കൊഴിയുന്നുണ്ട് ഡോക്ടറെ, എനിക്ക് ആകെ ടെൻഷനാവുന്നു, എന്താ കാരണം എന്നറിയില്ല എന്ന് പല സ്ത്രീകളും അപ്രോച്ച് ചെയ്യാറുണ്ട്. പൊതുവേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മുടെ എസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ലെവൽ, സ്ത്രീ ഹോർമോൺ കുറച്ച് കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾ ഗ്രോത്തിനും ഒക്കെ തന്നെ സഹായകരമാവുന്ന ഒന്നാണ്. എന്നാൽ ആഫ്റ്റർ ഡെലിവറി, പ്രസവത്തിന് ശേഷം ഈ എസ്ട്രജൻ്റെ അളവ് വളരെ ഒരു തോതിൽ തന്നെ അത് കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് മുടി കൊഴിച്ചിലിനൊരു കാരണമാവും. അപ്പോൾ പ്രസവത്തിന് ശേഷം ഒരു 6 മാസം മുതൽ 1 വർഷം വരെ മുടി കൊഴിയുന്നത് വളരെയധികം സ്വാഭാവികമാണ്. എന്നാൽ അതിനുശേഷം ആ ഹെയർ ഗ്രോത്ത് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല ഫീഡിങ്ങിൻ്റെ ടൈമിൽ, അതായത് ഡെലിവറിക്ക് ശേഷം മുലയൂട്ടുന്ന അമ്മമാരിൽ പൊതുവെ കാൽഷ്യത്തിൻ്റെ കുറവോ അതേപോലെ അയണിൻ്റെ കുറവ്, ഇപ്പോൾ ഒട്ടുമിക്ക നമ്മൾ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കും അയൺ സപ്ലിമെൻറ്റും കാൽഷ്യം സപ്ലിമെൻറ്റും സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ചിലരെങ്കിലും അത് കഴിക്കാൻ കൂട്ടാക്കാറില്ല. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടാതാവുമ്പോൾ അതും മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അപ്പം അതിനും തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ പോരാ, കഴിക്കുന്ന ഭക്ഷണം അത് പോഷകങ്ങൾ നിറഞ്ഞതാണോ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ ഈ H. പൈലോറി ടെസ്റ്റ് എന്ന് പറയുന്നത്, ഈ H. പൈലോറി എന്ന് പറയുന്നത് യൂഷ്വലി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോഴാണ് H. പൈലോറി, ഡോക്ടർ എനിക്ക് H. പൈലോറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇത് എൻഡോസ്കോപ്പി പോലെ ഒരുപാട് വേദനകരമായിട്ട് അങ്ങനെ മാത്രം അറിയേണ്ട ഒരു ടെസ്റ്റ് അല്ല. നമുക്ക് സ്റ്റൂൾ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മലത്തിൽ നിന്നും ആ ഒരു ആൻറ്റിജൻ H. പൈലോറിയുടെ ആ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറയും. അതുവഴിയും നമുക്ക് ഈ ഒരു
എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവരിൽ ഈ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ പോഷകങ്ങൾ വേണ്ട വിധത്തിൽ വലിച്ചെടുക്കില്ല. കാരണം ഈ എച്ച് പൈലോറി നമ്മുടെ ആമാശയത്തിൻ്റെ ഉള്ളിലൊരു നൈസായിട്ടുള്ളൊരു ലൈനിങ് ഉണ്ട്, മ്യൂക്കസ് ലൈനിങ് എന്ന് പറയും. അപ്പോൾ ആ ലൈനിങ്ങിനെ ഇത് നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട പോഷകങ്ങൾ നമ്മുടെ ആമാശയത്തിൽ നിന്നോ അല്ലെങ്കിൽ വൻകുടലിൽ നിന്നോ ചെറുകുടലിൽ നിന്നോ ഒക്കെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും മറ്റു ഭാഗങ്ങൾക്കുള്ള രക്തയോട്ടം, അതേപോലെ പോഷകക്കുറവ്, ഇതൊക്കെ തന്നെ ഉണ്ടാവും. രക്തയോട്ടം സാരമായി തന്നെ ബാധിക്കുന്നുണ്ടാവും. ഇതും മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു ടെസ്റ്റ്, മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സീറം IgE ആണ്. കാരണം പൊതുവേ അലർജി ഉള്ളവർ, സൈനസൈറ്റിസ് പ്രശ്നം, അതേപോലെ അലർജി ഉള്ളവരിൽ ഈ ഒരു IgE ലെവൽ വളരെ കൂടുതലായിട്ട് കാണും. അപ്പോൾ ഈ ഡസ്റ്റ് അലർജി, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള അലർജി ഉള്ളവർക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ഡാൻഡ്രഫിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ താരൻ്റെ ശല്യം വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അതും മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വൈറ്റമിൻ D, വൈറ്റമിൻ B12, തൈറോയിഡിൻ്റെ ടെസ്റ്റ്, എച്ച് പൈലോറിയുടെ ടെസ്റ്റ്, അതേപോലെ തന്നെ സീറം IgEയുടെ ടെസ്റ്റൊക്കെയാണ് നിങ്ങൾ എന്തായാലും മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാനായിട്ട്, എന്തിൻ്റെ കാരണമാണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. സീറം പ്രൊലാക്റ്റിൻ ലെവൽ കൂടുതലാണോ, അതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളിലും PCOS, PCOD പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ PCOD ഉള്ളവരിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി എസ്ട്രോജൻ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കും ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് കാരണം അമിതമായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ മെയിൽ ടൈപ്പ് ഓഫ് ബാൾനെസ് എന്നാണ് പറയുക. അതായത് ആണുങ്ങൾക്ക് കഷണ്ടി ഉണ്ടാവത്തക്ക രീതിയിൽ മുടി മുകളിലോട്ട് കയറി പോകുന്നുണ്ട്, നെറ്റി കയറി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ PCOS ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്കാനിങ്, അതായത് USG അബ്ഡോമൻ ആൻഡ് പെൽവിസ് നോർമൽ സ്കാനിങ് ആണ് എടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ LHFSH ആണ് ബ്ലഡ് ടെസ്റ്റ് പറയുക. അത് എടുക്കേണ്ടത് പീരീഡിൻ്റെ സെക്കൻഡ് ഡേയിൽ എടുക്കുന്നതായിരിക്കും, രണ്ടാമത്തെ ദിവസം എടുക്കുന്നതായിരിക്കും വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഹെൽപ്ഫുൾ. അതിൻ്റെ കൂടെ AMH എന്ന് പറയും, ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ ടെസ്റ്റ്. അതും കൂടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് PCOS ഉണ്ടോ PCOD ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എണ്ണയും ഷാമ്പുവും മാറ്റി എടുക്കുന്നതിന് പകരം ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്.